വീണ്ടും സമരവേദിയിലേക്കാണ്. അവിടെ യോഗേന്ദ്ര യാദവ് അടക്കമുള്ളവർ എത്തിയിരിക്കുന്നു. സമരം കൈമാറുകയാണ്. ഇപ്പോൾ സോനം വാങ്ചുക്കിന് പകരമായി ഇപ്പോൾ ഈ CJP സ്ഥാപകൻ തന്നെ സമരത്തിലേക്ക് നീങ്ങുകയാണ്. അഭിജിത്ത് ദീപ്കെ എന്നുള്ളതാണ്. നിരാഹാരം അതിന്റെ തുടർച്ചയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് യോഗേന്ദ്ര യാദവ് അവിടെ എത്തിയിരിക്കുന്ന കാഴ്ചയും കാണാം. അതിൽ യോഗേന്ദ്ര യാദവ് ഇപ്പോൾ അഭിജിത്ത് ദീപ്കയെ ആലിംഗനം ചെയ്യുകയാണ്. ഒരു സമരത്തിലേക്ക് നീങ്ങുമ്പോൾ വൈകാരികമായിട്ടാണ് അഭിജിത്ത് ദീപ്കെ പ്രതികരിക്കുന്നത്. കരയുന്നുണ്ട്. ആത്മാർത്ഥമായ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ച് നടത്തിയ സമരമാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതിയാണ് ഈ സമരം എന്നുള്ളത് സോനം വാങ്ചുക്ക് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഇതൊരു പരീക്ഷ, കേവലം ഒരു പരീക്ഷയുടെ കാര്യമല്ല. നാളെ പുറത്തേക്ക് വരുന്ന ഡോക്ടർമാർ രോഗികളെ കൊല്ലുന്ന ഡോക്ടർമാരാകരുത്, എഞ്ചിനീയർമാർ കെട്ടിടങ്ങൾ തകർക്കുന്ന എഞ്ചിനീയർമാരാകരുത്. ഇതാണ് സോനം വാങ്ചുക്ക് പറഞ്ഞിരുന്നത്. എന്താണിപ്പോൾ യോഗേന്ദ്ര യാദവ് അഭിജിത്ത് ദീപ്കെ സംസാരം? നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഉറപ്പായും സ്മൃതി, ഈ സോനം വാങ്ചുക്കിനെ ഇവിടെ നിന്ന് മാറ്റുമ്പോൾ അഭിജിത്ത് ദീപ്കെ സ്ഥലത്തുണ്ടായിരുന്നില്ല. പുറത്ത് സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. അവിടെ വെച്ച് കരുതൽ തടങ്കലിലാക്കിയ ശേഷമാണ് സോനം വാങ്ചുക്കിനെ ഇവിടെ നിന്ന് മാറ്റുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സോനം വാങ്ചുക്കിനെ മാറ്റിയതിനു ശേഷം സമരം സ്വന്തം നിലയിൽ ഏറ്റെടുത്തിരിക്കുകയാണ് അഭിജിത്ത് ദീപ്കെ. CJP പാർട്ടിയുടെ സ്ഥാപകൻ. ഇനി മുതൽ താൻ നിരാഹാര സമരം അനുഷ്ഠിക്കുമെന്നാണ് അഭിജിത്ത് ദീപ്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, വിതുമ്പിക്കൊണ്ട് യോഗേന്ദ്ര യാദവ് വേദിയിലേക്ക് എത്തിയപ്പോൾ വിതുമ്പിക്കൊണ്ട് കരയുന്ന അഭിജിത്ത് ദീപ്കയെ നമ്മൾ കണ്ടു. ആരോഗ്യം മോശമായിരുന്നപ്പോഴും പാർലമെന്റ് മാർച്ച് വിജയിപ്പിക്കണം എന്നതായിരുന്നു സോനം വാങ്ചുക്ക് തന്നോട് ആവശ്യപ്പെട്ടിരുന്നത് എന്ന് പറയുമ്പോഴാണ് സംസാരിച്ചുകൊണ്ടിരിക്കെ വേദിയിൽ വെച്ച് തന്നെ അഭിജിത്ത് ദീപ്കെ പൊട്ടിക്കരഞ്ഞത്. ദില്ലിയിലെ ജന്തർ മന്ദർ ഇല്ലാതാക്കാൻ പോലീസുകാർ ശ്രമിക്കുന്നുണ്ട്. പോലീസുകാർക്ക് നാണമില്ല. ഓരോ കോണും, രാജ്യത്തിന്റെ ഓരോ സ്ഥലവും ജന്തർ മന്ദറായി മാറുന്ന കാഴ്ചയാകും പോലീസുകാർ കാണാൻ പോകുന്നത് എന്നുകൂടി അഭിജിത്ത് ദീപ്കെ പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും അഭിജിത്ത് ദീപ്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അഭിജിത്ത് ദീപ്കെ നിരാഹാര സമരം ഏറ്റെടുത്തിരിക്കുന്നു. സോനം വാങ്ചുക്കിന് 21ാമത്തെ ദിവസമാണ്. നിരാഹാര സമരം തുടങ്ങി 21ാമത്തെ ദിവസമാണ്. സമരവേദിയിൽ നിന്നും ജന്തർ മന്ദറിലെ വേദിയിൽ നിന്നും പോലീസ് എത്തി അതിനാടകീയമായി ഇവിടെ നിന്നും മാറ്റിയത്. അഭിജിത്ത് ദീപ്കെ ആ സമയം കരുതൽ തടങ്കലിലും വെച്ചിരുന്നതാണ്. ഇതിനെതിരെ വലിയ തോതിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് CJP ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ നമ്മൾ കാണുന്നത് യോഗേന്ദ്ര യാദവ് എത്തിയിരിക്കുന്നു. CJP സമരവേദിയിൽ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ നിരാഹാര സമരം തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിരവധി വിദ്യാർത്ഥികൾ, നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം, സാധാരണഗതിയിൽ 100-ൽ താഴെ വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 100-ലധികം, കുറെ അധികം വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. സ്മൃതി, ശരി, വൈകാരികമായ രംഗങ്ങളാണ്. രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സമരം ഏറ്റെടുത്തിരിക്കുന്ന ഒരു പുതിയ പാർട്ടിയായി CJP മാറുകയാണ്. ഇപ്പോൾ സോനം വാങ്ചുക്കിന് പകരം അഭിജിത്ത് ദീപ്കെ നിരാഹാര സമരത്തിലേക്ക് അടങ്ങുമ്പോൾ അവിടെ യോഗേന്ദ്ര യാദവിനെ പോലുള്ളവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ജന്തർ മന്ദറിൽ കാണുന്നത്.